പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ പേർപ്പസിനെ കുറിച്ചാണ്. പേർപ്പസ് ഓഫ് ലൈഫ്. അബ്രാഹത്തെ ദൈവം സന്ദർശിക്കുന്നത് അബ്രാഹത്തിനൊരു പേർപ്പസ് കാണിച്ചു കൊടുക്കുകയാണ്. സാംസന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. പൗലോസ്ലീഹ പറയാണ്, എനിക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾക്ക് പരികർമ്മം ചെയ്യാനുള്ള മിഷനാണ് എനിക്കുള്ളത്. ഇപ്പം എല്ലാ ജീവിതത്തിനും ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു പേർപ്പസ് ഉണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് വിളിക്കപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ജീവിതം കൊണ്ട് ദൈവം ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യത്തെ ധ്യാനിക്കുകയാണ് ഇന്നത്തെ വായന, രണ്ടാം വായനയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് സാംസനെ കുറിച്ചുള്ള ചിന്തയാണ്. നമ്മുടെ കുട്ടികൾ സൺഡേ സ്കൂളിൽ അല്ലെങ്കിൽ അവരെ വായിക്കുന്ന ബൈബിൾ സ്റ്റോറി ബുക്കിൽ അവരെപ്പോഴും കാണുന്ന ആളാണ്, അവരുടെ ഹീറോ ആണ് സാംസൺ. ഭയങ്കര മസിലൊക്കെയുള്ള, വളരെ ജിംനാസ്റ്റിക് ആയിട്ടുള്ള, ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരാൾ. 1000 പേരെയൊക്കെ ഒറ്റയടിക്ക് കൊല്ലാൻ ശക്തിയുള്ള സാംസൺ. അപ്പോൾ സാംസനെ അങ്ങനെ നമ്മൾ കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ ഈ സാംസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. സാംസന്റെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് സാംസനെ ദൈവം വിളിക്കുന്നത്. സാംസനെ അമ്മയുടെ വന്ധിയായ ഒരു അമ്മയ്ക്ക് സാംസന്റെ എന്ന കുഞ്ഞു ജീവനെ കൊടുക്കുന്നത് ദൈവം നിശ്ചയിച്ചൊരു സമയത്തായിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് 13 ജഡ്ജസിൻ്റെ ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 1 നമ്മൾ വായിക്കും. 40 വർഷത്തോളം ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്ന സമയത്താണ് സാംസന്റെ ജനനം. ദൈവത്തിൻ്റെ ജനം അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന 40 വർഷങ്ങൾ ദൈവം കാത്തിരുന്നു. അതിനുശേഷം ആ വെയിറ്റിങ്ങിന് ശേഷമാണ് ഈ സാംസൺ എന്ന് പറയുന്ന രക്ഷകനെ ഇസ്രായേലിന് വേണ്ടി ദൈവം കൊടുക്കുന്നത്. അപ്പോൾ എവറി കോൾ ഈസ് ഇൻ എ ഡിസൈൻഡ് ടൈം. എല്ലാ മനുഷ്യജന്മവും ഒരു ഡിസൈൻഡ് ടൈമിലാണ് ഉണ്ടാവുക. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ സ്നാപക യോഹന്നാൻ്റെ ജീവിതവും ജനനവും നമ്മൾ വായിച്ചു കേട്ടത് ഒരു ഡിസൈൻഡ് ടൈമിൽ ഒരു ഡിസൈൻഡ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ച് തന്നെ ധ്യാനിക്കാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ എവറി ഹ്യൂമൻ കോൾ, നമ്മൾ ഇന്ത്യയിൽ ജനിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത്, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വന്നിരിക്കുന്നത് ദൈവത്തിനൊരു ഒരു പേർപ്പസ് ഉണ്ട്. അത് സാംസന്റെ ജീവിതത്തിലൂടെ നമുക്ക് നോക്കുമ്പം നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന പേർപ്പസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സാംസനെ ജനിക്കുന്ന സമയത്ത് സാംസന്റെ പേരൻസിനോട് ദൈവം ഒരു കവനന്റ് വെക്കുന്നുണ്ട്. ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. നോ കോപ്സ്, നോ ആൽക്കഹോൾ, നോ ഹെയർ കട്ട്. ശവശരീരത്തിൽ തുടരുത്, ആൽക്കഹോളിക് ആകരുത്, മുന്തിരിത്തോട്ടത്തിൻ്റെ പരിസരത്തുകൂടി പോലും പോകരുത്, ഈ കൊച്ചിൻ്റെ മുടി വെട്ടരുത്. അപ്പോൾ അത് സാംസന്റെ പാരൻസിനോട് ദൈവം നടത്തിയ ഒരു കവനൻ്റാണ്. നമ്മൾ ഓരോരുത്തരോടും നമ്മളെ ഈ നാട്ടിലേക്ക് വിളിച്ചപ്പം നമ്മളോടും നമ്മുടെ കുടുംബങ്ങളോടും ദൈവം ഇതുപോലെ ഒരു ഉടമ്പടി വെക്കുന്നുണ്ട്. വർഷങ്ങളായി സെക്കുലറിസത്തിൻ്റെയും അതുപോലെ തന്നെ മൾട്ടി കൾച്ചറലിസത്തിൻ്റെയും അനേക ദൈവങ്ങളിൽ ഒരു ദൈവം പോലെ യേശുവിനെ കരുതുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് വളരെ ജനറസായിട്ട്, വളരെ ലിബറലായിട്ട്, സിൻക്രറ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മളെ ദൈവം വിളിച്ചുകൊണ്ട് വന്നത് ആ പർപ്പസിനെ റിവീൽ ചെയ്യാനായിട്ടാണ് സാംസന്റെ സ്റ്റോറി നമുക്കിന്ന് ധ്യാനിക്കേണ്ടത്. ഇപ്പം സാംസന്റെ പേരൻസിനോട് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചതുപോലെ നമ്മളോടും ദൈവം സ്ഥാപിക്കുന്ന ഉടമ്പടിയുണ്ട്. ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, ഗോഡ് ഈസ് ഫോർ us all in all. ഗോഡ് ഈസ് അവർ നമ്പർ 1. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മളോട് ദൈവം പറയുന്ന കാര്യം, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ജീവിക്കേണ്ട നമ്മൾ കാണിക്കേണ്ടതും നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ട പോയിന്റ്, ഗോഡ് ഈസ് അവർ നമ്പർ 1 എന്നാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം. എന്നോട് ഒരിക്കൽ ഞാൻ ഈ വീട് വെഞ്ചിൽ പോയപ്പോൾ ഒരു ഫാമിലി ചോദിച്ചു, അപ്പോൾ എനിക്ക് തോന്നി അവരുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ജനറൽ കൺസേൺ ആണ്, വൈ വി ആർ ഹിയർ ഫാദർ, വി ഡു നോട്ട് ഹാവ് എനിത്തിങ്
accept a mortgage and work from sunrise to sunset. നമ്മളെന്തിനാണ് വലിയൊരു സമൃദ്ധിയുടെ രാജ്യത്തേക്ക് വന്നിട്ട് നമുക്ക് എന്താ ഉള്ളത്? നമുക്കൊരു മോർഗേജും രാവിലെ മുതൽ രാത്രി വരെ, അല്ല രാത്രി മുതൽ നേരം വെളുക്കുന്നവരെ ഒരു ജോലിയും ചെയ്യുക എന്നല്ലാതെ നമ്മളെന്തായി ജീവിതത്തിൽ നമ്മൾ നേടുന്നത്? നമ്മൾ നേടുന്ന കാര്യം എന്താണെന്നാണ് സാംസൺ നമ്മളോട് പറയുന്നത്. സാംസന്റെ സ്റ്റോറി. നമ്മൾ ജീവിക്കുന്നത് വളരെ ഒരു പ്രൊഫൈൻ ലൈഫാണ്, സാധാരണ മനുഷ്യ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. ജസ്റ്റ് ആൻ ഓർഡിനറി ഹ്യൂമൻ ലൈഫ്. ഒരുപാട് സമ്പന്നരൊന്നും അല്ല നമ്മളാരും. പക്ഷെ നമ്മൾ ഈ ഭൂമിക്ക് കൊടുക്കേണ്ട ഒരു ദൈവത്തോട് കാണിച്ച് നടത്തിയിരിക്കുന്ന ഒരു കവനൻ്റ് ഉണ്ട് നമുക്ക്. നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണിൽ ദൈവം നമ്മുടെ എല്ലാമാണെന്നും ദൈവം നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ആളാണെന്നും നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിത സ്ഥലത്തും ജോലി സ്ഥലത്തും നമ്മൾ പ്രഖ്യാപിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു അസറ്റിക് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് നോമ്പുണ്ട്, ഉപവാസങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നോമ്പിന് വിലയില്ല. ആര് നോമ്പ് നോക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ നമ്മുടെ സാധാരണ രീതിയിൽ ഇംഗ്ലീഷ് പള്ളിയിൽ പോകുമ്പോൾ അവർ ലണ്ടൻ സീസണിൽ ഒരിക്കലും പൂക്കൾ വെക്കുകയല്ല അൾത്താരയിൽ. പകരം അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് വെക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ലണ്ടൻ സീസണിൽ എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് ഓർത്തിട്ടുണ്ടോ? ദാറ്റ്സ് എ പാർട്ട് ഓഫ് ലെൻറ്റ്. കണ്ണിന് കൗതുകമുള്ള ഒരു കാര്യം കണ്ടുപോലും നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കരുത്. അതുകൊണ്ട് വളരെ സൗന്ദര്യമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിഷ്വലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉണങ്ങിപ്പോകുന്ന കൊമ്പുകൾ പൂക്കൾക്ക് ഒരാൾ തര വെക്കുന്നത്. ഇപ്പോൾ കൊമ്പുകൾ മാത്രമായി, ലെൻറ്റ് അതിൽ നിന്ന് പോയി. അപ്പോൾ അസറ്റിക് ലൈഫ് നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത് അസറ്റിക് ലൈഫിൻ്റെ വില എന്താണെന്ന് ഈ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജീവിക്കുന്ന വൈഡർ സൊസൈറ്റിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ അവർ നമ്മുടെ നേഗൽ കോളേജിൽ അവരുടെ ഒരു ക്രിസ്മസ് പാട്ട് പാടാൻ പോയി. അപ്പോൾ നമ്മുടെ ഈ മേരി ക്യൂൻ ഓഫ് ഫാമിലി പാരിഷ് നടത്തിയ ക്രിസ്മസ് ഗാല. അപ്പോൾ അതിനകത്ത് ക്രിസ്മസ് നേറ്റിവിറ്റി സീന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് പല കൊയർ ഗ്രൂപ്പുകൾ വന്ന് പാടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ തലേദിവസം അവർ പ്രാക്ടീസിന് എന്ന് കഴിഞ്ഞപ്പം അവർക്ക് അവിടെ ലാവിഷായിട്ട് ഫുഡുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണം ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും പറഞ്ഞു, വി ആർ ഓൺ ലെൻറ്റ്, ഞങ്ങൾക്ക് ഇറച്ചി കഴിക്കത്തില്ല, ഞങ്ങൾ ഫിഷ് കഴിക്കില്ല. അങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം ചൂസ് ചെയ്ത് കുഞ്ഞുങ്ങൾ, നിങ്ങൾ ക്രിസ്മസ് രാത്രിയിൽ അവരെ കാണും, അവർ ഡിക്ലെയർ ചെയ്യാണ് എന്ത്? ഞങ്ങളൊരു അസറ്റിക് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ലെൻറ്റിന് വിലയില്ലാത്തൊരു സമൂഹത്തിൽ ലെൻറ്റിനെ കുറിച്ച് ഭക്ഷണത്തിൽ എന്തിരിക്കുന്നു എന്ന് വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൽ ആത്മാവിൻ്റെ ബലമുണ്ട് എന്ന് ഈ കമ്മ്യൂണിറ്റിയെ പഠിപ്പിക്കാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ആസ് എ കോവനന്റ് നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കരുത്. എന്തെങ്കിലും നോമ്പിൻ്റെതായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിലുണ്ടാവണം. നോമ്പ് സംസാരിക്കപ്പെടണം. അതുപോലെ തന്നെ വിവാഹം എന്ന കൂദാശയ്ക്ക് വലിയ ഒരു കാര്യമായിട്ട് കരുതാത്തൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നോട് നമ്മുടെ ജോബി അച്ഛൻ പറയായിരുന്നു, അച്ഛൻ വന്നിട്ട് ആ പള്ളി വന്നിട്ട് 6 വർഷമായി. അച്ഛൻ കെട്ടിച്ചിരിക്കുന്നത് ഒരു കല്യാണമാണ്. 6 വർഷത്തിൽ. ഒരു സാക്രമെൻ്റൽ സെലിബ്രേഷൻ ഓഫ് മാരേജ് ഓൺലി വൺസ് ഇൻ 6 years. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവർ ആ സാക്രമെൻ്റൽ മാരേജിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ കൃപയെ ഒരിക്കലും അവർ കുടുംബജീവിതത്തിലേക്ക് വിളിക്കുന്നില്ല. സോ വി ആർ ഇൻവൈറ്റഡ് ഹിയർ ടു ഷോ ദാറ്റ് ഗോഡ് ഈസ് ഗ്രേസിങ് അവർ ഫാമിലി ലൈഫ് because we have received the sacrament of marriage. എല്ലാ മനുഷ്യരുടെയും വിവാഹ ജീവിതത്തിലുള്ള പ്രതിസന്ധികളുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ സ്നേഹത്തെയും നമ്മുടെ കമ്മിറ്റ്മെൻറ്റിനെയും വളർത്താൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പറ്റും.
അത് നമ്മൾ ജീവിക്കുന്ന വലിയ വൈഡർ കമ്മ്യൂണിറ്റിക്ക് ഒരു സാക്ഷിയാണ്. അനേകം ആൾക്കാർക്ക് വിസ്മയമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ടീനേജേഴ്സ്, നിങ്ങളുടെ അഡൾട്ടായിട്ടുള്ള നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു, നിങ്ങളോടുകൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്നു. ഫാദേഴ്സ് ഡേക്ക് ഫാദറിനെ കാണാൻ വന്ന് ഫാദറിൻ്റെ കൂടെ ഒരു ടീ കഴിക്കുന്ന അപ്പനും മക്കൾക്കും ഇടയിൽ എല്ലാ ദിവസവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അപ്പനും അമ്മയും മക്കളുമുള്ള ഈ കുടുംബം ഈ ഭൂമിക്കൊരു സന്ദേശമാണ്. അത് കാണിക്കാനാണ് ദൈവം നമ്മളെ ഇങ്ങനെ ഒരു സൊസൈറ്റിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ പർപ്പസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിന് ഇവിടെ ജീവിക്കുമ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന നന്മകളെല്ലാം ആസ്വദിക്കുന്ന വലിയ സമൂഹത്തോട് വലിയൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് ദൈവം നമ്മൾ തമ്മിലുള്ള കവനൻ്റ് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പോഴേ നമ്മൾ സാംസനെ പോലെ ശക്തിയുള്ള ആളായി തീരുള്ളൂ. നമ്മൾ ബൈബിളിലൊരു മിസ്റ്ററി സാംസന്റെ ലൈഫിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സാംസനോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നിന്റെ ശക്തി എവിടെയായിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ സാംസൺ എങ്ങനെയുള്ള ആളായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ശക്തനായ ഒരാളോട് നമ്മൾ ഒരിക്കലും ചോദിക്കുകയാണ് നിന്റെ ശക്തി എവിടെയാണ്, അല്ലേ? ഒരു 8 അടി പൊക്കവും 4 അടി വീതിയൊക്കെ ഉള്ള വലിയൊരു മസിൽ മാനാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളാരെങ്കിലും ചോദിക്കുക നിന്റെ ശക്തി എവിടെയായിരിക്കും? നമുക്കറിയാം അവൻ്റെ മസിലായിരിക്കുന്നത്. പക്ഷെ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ പവർ എവിടെയാണ്? വെർ ഈസ് യുവർ പവർ? യു ആർ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ സാംസൺ നമ്മളെപ്പോലെ ഒരു സാധാ മനുഷ്യനാണ്, കണ്ടു കഴിഞ്ഞാൽ ദുർബലനായ ഒരാൾ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്, നിന്റെ ശക്തി എവിടെയാണ്? അതുകൊണ്ട് നമ്മുടെ ശക്തി ദൈവമായിട്ടുള്ള നമ്മുടെ കവനന്റിലാണ്. ആ കവനന്റ് നമ്മൾ ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ശക്തി പോകും. സാംസനോട് പറഞ്ഞ കവനന്റ് നോ കോപ്സ്, ശവശരീരത്തെ തൊടരുത്. സാംസൺ എന്നാ ചെയ്തു? സാംസൺ ഒരു യാത്രയിൽ ഒരു സിംഹത്തെ കൊന്നു. തിരിച്ചു വരുമ്പോൾ ആ സിംഹത്തിന്റെ ശവത്തിലുണ്ടായിരുന്ന തേനെടുത്തു. അങ്ങനെയാണ് സാംസൺ ആദ്യത്തെ വ്രതം ലംഘിച്ചത്. നോ കോപ്സ്, ബട്ട് ഹി ടച്ച്ഡ് ദ കോപ്സ്. രണ്ടാമത്തെ എന്താണ്? നോ ആൽക്കഹോൾ. നോ ആൽക്കഹോൾ. അതുകൊണ്ട് സാംസൺ എന്ത് ചെയ്തു? ആൽക്കഹോൾ കുടിക്കണ്ടല്ലോ, കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത്? തേൻ കുടി. ആൽക്കഹോളിനെ തേൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു കവനന്റിനെയും നമ്മൾ ഒന്നുകൊണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. നമ്മൾ നോമ്പെടുക്കും, ഇറച്ചിക്ക് നോമ്പെടുക്കും, എന്നിട്ട് നമ്മൾ വേറൊരു സാധനം ഇട്ട് ഇറച്ചിയുടെ മസാലയൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മൾ ഒരു വ്രതം എടുക്കുകയാണെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല, അതങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ സാംസന്റെ രണ്ടാമത്തെ വ്രതവും സാംസൺ ലംഘിച്ചു. മൂന്നാമത്തെ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, നോ ഹെയർ കട്ട്. സാംസൺ ദലീലയോട് രഹസ്യം പറഞ്ഞു. അപ്പോൾ വ്രതങ്ങൾ നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ കവനന്റ് പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിക്ക് ദൈവം ഒരു വലിയ ലെസൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ഒരു പേർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്ന മനുഷ്യരല്ല, വലിയ വീടുകളുള്ളവരൊന്നുമല്ല, ഒരുപാട് ആഡംബരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന് ഈ സമൂഹത്തോട് ഒരു വലിയ മെസ്സേജ് കൊടുക്കാനുണ്ട്. അത് ദൈവത്തെ ആഗ്രഹിക്കുന്നൊരു മെസ്സേജാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള കവനന്റ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ മെസ്സേജ് കൊടുക്കുന്ന മനുഷ്യരായി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.